നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ സമീപത്തുള്ള ആശുപത്രികൾ കൂടി ഒരുങ്ങിയിരിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ക്രമീകരണങ്ങൾ ഇപ്പോൾ സജ്ജമാക്കി വെച്ചിരിക്കുന്നു. 3 മരണം എന്ന നിലയിൽ ഇപ്പോൾ വാർത്ത വരികയും ചെയ്യുന്നു. അത് മൃതദേഹങ്ങൾ ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ പൂർണ്ണമായ നിലയിലല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയ പുക ഇപ്പോഴും ആ ഭാഗത്തുണ്ട്. പൊട്ടിത്തെറി തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ നമുക്കറിയാവുന്ന പോലെ 25-ന് സാമ്പിൾ വെടിക്കെട്ടുണ്ട്. അതിനുശേഷം 27-ാം തീയതി പുലർച്ചെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അത് പാറമേക്കാവും തിരുവമ്പാടിയും മാറി മാറി നടത്തുന്ന വെടിക്കെട്ടാണ്. അതിൽ തിരുവമ്പാടി അവരുടെ വെടിക്കോപ്പുകൾ തയ്യാറാക്കുകയാണ് ഇതിനിടയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലികളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പിൾ വെടിക്കെട്ടിനും അതുപോലെ തന്നെ പ്രധാന വെടിക്കെട്ടിനും പകൽപൂരം കഴിഞ്ഞുള്ള വെടിക്കെട്ടിനും ഒക്കെയുള്ള സാമഗ്രികൾ തയ്യാറാക്കുന്നത് കൊണ്ട് വലിയ ക്വാണ്ടിറ്റി, വലിയ അളവിൽ അവിടെ ഈ സാമഗ്രികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ദൃശ്യങ്ങളിൽ രാവിലെ തയ്യാറാക്കിയ ദൃശ്യങ്ങളാണ് കണ്ടത്. അമിട്ടടക്കമുള്ള വലിയ സ്ഫോടക വസ്തുക്കൾ, അതൊക്കെ ഒരെണ്ണം പൊട്ടുമ്പോൾ തന്നെ വലിയ പ്രകമ്പനം അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ 100-ലേറെ അമിട്ടുകൾ അടക്കം അവിടെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ പൊട്ടിത്തെറി ആ ഭാഗത്ത് ഇപ്പോഴും തുടരുന്നു. പലയിടങ്ങളിലും ഈ തീ അടക്കം നിലനിൽക്കുന്നു. പുകയടക്കം ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടരുകയും ചെയ്തു. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പൊട്ടിത്തെറി ഉണ്ടായ സമയത്തുണ്ടായ ആ പുകയുടെ ദൃശ്യമാണ്. അത്രയും വളരെ കട്ടിയുള്ള വളരെ ഒരു പുകയാണ് ഉയരുന്നത്. അത്തരത്തിൽ ആ പുക ഇപ്പോഴും ആ ഭാഗത്ത് ഉണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തകർ അതും മറികടന്നുകൊണ്ട് അതിനെ അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് അടക്കം ആ ഭാഗത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൊട്ടിത്തെറി തുടരുന്നു. ഏതായാലും 40ഓളം പേർ ആ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കിപ്പോഴും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇനി ആ ഭാഗത്ത് എത്ര പേരുണ്ട്, അവരുടെ അടുത്തേക്ക് പൂർണ്ണമായും എത്താനും കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഒരു 10ഓളം പേരെ മാത്രമാണ്, അല്ലെങ്കിൽ 10ഓളം പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വിവരം എന്ന് പറയാൻ കഴിയുന്നത്. മറ്റുള്ള ആളുകളെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം എന്ത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകർക്ക് ആ ഭാഗത്തേക്ക് എത്തിയാൽ മാത്രമേ അതിൻ്റെ കാര്യം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഏതായാലും പുക വളരെ ശക്തമായി തന്നെയുണ്ട്. പൊട്ടിത്തെറി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ പുക ഉയരുന്നതിനോടൊപ്പം തന്നെ അവിടെ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ആ ഭാഗത്ത് ഉണ്ട്. ഇത് നേരത്തെയുള്ള ദൃശ്യങ്ങളാണ്. ആ ഷെഡ് നിന്നിരുന്ന ആ ഭാഗത്ത് നിന്നാണ് ആ പുക അത്തരത്തിൽ ഉയരുകയും ചെയ്യുന്നത്. ഏതായാലും ആ ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതാണ്, അവിടെ എത്ര പേരുണ്ട് എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. ആ ഭാഗത്തേക്ക് എത്താനുള്ള ശ്രമം രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായിട്ട് പടക്കപ്പുരകളിൽ അതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ തയ്യാറാക്കുകയും മറ്റും ചെയ്യുന്നതിന് 2-3 തലങ്ങളുണ്ട്. ഒന്ന്, ആ പടക്കപ്പുരകളുടെ സമീപ പ്രദേശങ്ങളിലായിട്ട് അതിൻ്റെ വെടിമരുന്ന് ഉണക്കാനിടുന്ന പ്രക്രിയ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരിക്കും. മറുഭാഗത്ത് പകുതി പൂർണ്ണമായിട്ടുള്ള വെടിക്കോപ്പ് സാമഗ്രികൾ തയ്യാറാക്കി വെച്ചിരിക്കും. മറ്റൊരു ഭാഗത്ത് പൂർണ്ണമായിട്ടും തയ്യാറായിട്ടുള്ള വെടിക്കോപ്പുകൾ അത് തൃശ്ശൂർ പൂരത്തിനും സാമ്പിൾ വെടിക്കെട്ടിനുമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പാക്ക് ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഈ 5 പടക്കപ്പുരകളിലുമായിട്ട് സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആദ്യത്തെ സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന 10 പേരെയാണ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മറ്റിടങ്ങളിൽ ഈ സ്ഫോടനം അതിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രഭവ കേന്ദ്രത്തിൽ ആ സ്ഫോടനങ്ങൾ നടന്ന സ്ഥലത്തുള്ളവരെ അവരുടെ അടുത്തേക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഒരു സമയമാണ്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിട്ട് ഇത് സമാനമായിട്ടുള്ള വെടിക്കെട്ട് അപകടങ്ങൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. പല വർഷങ്ങളിലായിട്ട് ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2006-ൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മുറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 7 പേർ മരിച്ചിരുന്ന കാര്യം നമ്മൾ ഓർക്കണം. ഒപ്പം തന്നെ 1984-ൽ തൃശ്ശൂരിലെ കണ്ടശാങ്കടവ് പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ അപകടത്തിൽ 20 പേർക്ക് പരിക്കേൽക്കുകയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വെടിക്കെട്ട് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ സ്മരണകൾ കൂടി വെച്ചുകൊണ്ട് എങ്ങനെ ഈ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ നാം പ്രത്യേകം നോക്കേണ്ടതുണ്ട്.
തീർച്ചയായും ഇപ്പോഴും പൊട്ടിത്തെറി അവിടെ തുടരുന്നു എന്നുള്ള ആശങ്ക ഉണ്ട് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തേക്ക് ഏതാണ്ട് അടുത്തേക്ക് എത്തുമ്പോഴും പൊട്ടിത്തെറി ഉണ്ട്. 5 പടക്കപ്പുരകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും ലഭിക്കുന്നത്. 5 പടക്കപ്പുരകളാണ് ആ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഇപ്പോഴും പൊട്ടിത്തെറി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് കൂടുന്നു എന്നുള്ള ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളത് തന്നെയാണത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം തന്നെയാണ് ആശങ്ക ഏറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് 3 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 8ഓളം പേരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയും ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ട്. പൊട്ടിത്തെറി തുടരുന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെ ഉണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം അങ്ങനെ അവിടേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും അത് രക്ഷാപ്രവർത്തകരുടെ ജീവനും ഭീഷണിയാണ്. കാരണം അത്രയും ശക്തിയേറിയ പടക്കങ്ങളാണ് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അളവിൻ്റെ എണ്ണത്തിൽ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഇപ്പോഴും ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. ഏതായാലും ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് കൂടാനുള്ള സാധ്യത നിലവിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പൊട്ടിത്തെറികൾ ഇപ്പോഴും ആ ഭാഗത്ത് ആ ഷെഡുകൾ നിന്നിരുന്ന ഭാഗത്ത് 5ഓളം ഷെഡുകൾ ഉണ്ടായിരുന്നു. 5ഓളം പടക്കപ്പുരകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആ ഭാഗത്തേക്ക് എത്താനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ രക്ഷാദൗത്യ സംഘത്തിന് അവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ആ പൊട്ടിത്തെറി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും നമുക്ക് 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ മൃതദേഹങ്ങളൊക്കെ ചിന്നിച്ചിതറിയ നിലയിലാണ് ഈ 3 മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പോൾ ആ പടക്കപ്പുരകൾ നിന്നിരുന്ന ആ ഭാഗത്തിനോ ഏതാണ്ട് അടുത്തേക്ക് എത്താനായി ഈ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സ്പോട്ട്, അതായത് അപകടം നടന്ന ആ ഷെഡുകൾ പ്രവർത്തിച്ചിരുന്ന ആ ഒരു സ്പോട്ട്, ആ ഭാഗത്തേക്ക് ഇപ്പോഴും ആർക്കും പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടേക്ക് എത്തുമ്പോഴുള്ള റിസ്ക് ഇതാണ്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവിടെ ഈ അമിട്ടുകളൊക്കെ കിടക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പൊട്ടാതെ, നമ്മൾ കണ്ടതുപോലെയുള്ള പൊട്ടാതെ കിടക്കുന്ന അമിട്ടുകൾ ഇപ്പോഴും, അല്ലെങ്കിൽ ആ അമിട്ടിൻ്റെ ദൃശ്യങ്ങളൊക്കെ ആ ഭാഗത്ത് കാണുന്നുണ്ട്. തീ ഉയരുന്ന ഒരു സാഹചര്യം കൂടി ആ ഷെഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തീ ഉയർന്ന് നിൽക്കുന്നു. അമിട്ടുകൾ ആ ഭാഗത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത്തരത്തിൽ അവിടേക്ക് ചെല്ലുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. അതിനുള്ളിലാണ് ഈ മനുഷ്യരൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40ഓളം പേരുണ്ടായിരുന്നു. അതിൽ പലരുടെയും മൃതദേഹം ആ പാടത്തിനപ്പുറം, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമ്മൾക്ക്, അതായത് ഈ ഷെഡ് നിന്നിരുന്ന പ്രദേശത്ത് നിന്ന് വളരെ മാറിയാണ് ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പരിക്കേറ്റ കുറച്ച് പേരെങ്കിലും ആ ഭാഗത്തു നിന്ന്, ഈ ഷെഡ് നിന്ന ഭാഗത്തു നിന്ന് മാറി ഉണ്ടായിരുന്ന ആളുകളാണ്. ആ ആളുകളുടെ ഒക്കെ മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഷെഡ് നിന്നിരുന്ന ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം രക്ഷാപ്രവർത്തനം അതിൻ്റെ ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറോളം ആകുന്നു ഈ സ്ഫോടനം നടന്ന ശേഷം. പക്ഷേ ഇപ്പോഴും ആ സ്പോട്ടിലേക്ക് എത്തി അവിടെ ആ തീ നിയന്ത്രണ വിധേയമാക്കി, ആ സ്ഫോടനത്തെ നിയന്ത്രണ വിധേയമാക്കി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും വലിയ രീതിയിലുള്ള സ്വയം കരുതൽ കൂടി നടത്തേണ്ടതുണ്ട്. സ്വന്തം സുരക്ഷ അവർ ആദ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള ഒരു ഇടത്താണ്